വെൽക്കം ടു ഹുക്സ് ആൻഡ് ഹോബീസ്. ഇന്ന് ഞാനൊരു വിൻബെല്ലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വിൻബെല്ലിൻ്റെ എൻഡിലായിട്ട് ഹാങ്ങിങ്സ് ആയിട്ട് ക്ലോവേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ക്ലോവേഴ്സ് ലീഫ് പെറ്റൽസ് ആണ്. ഇതിൽ 4 ലീഫ് പെറ്റലുണ്ട്. ഇത് ഓരോ ഭാഗ്യത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ലവ്, ലക്ക്, ഫെയ്ത്ത്, ഹോപ്പ് എന്നിവയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിനെ ലക്കി ചാം എന്നാണ് അറിയപ്പെടുന്നത്. സോ നൗ ലെറ്റ്സ് സീ ഹൗ ടു ക്രോഷേ ദിസ് ലക്കി ചാം. ഞാൻ ഈ പ്രൊജക്റ്റിനായി മീഡിയം വെയ്റ്റ് അക്രിലിക് യാണും 3.5 mm ക്രോഷേ ഹുക്കുമാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു മാജിക് റിങ് ക്രിയേറ്റ് ചെയ്യുക. മാജിക് റിങ്ങിലേക്ക് ഞാനൊരു ചെയിൻ 1 ചെയ്യുന്നു. ഈ ചെയിൻ 1 എൻ്റെ കൗണ്ടിൽ ഞാൻ കൂട്ടുന്നതല്ല. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 6 സിംഗിൾ ക്രോഷേസ് ആണ് ചെയ്യുന്നത്. ദിസ് ഈസ് മൈ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഓൾവേസ് സിംഗിൾ ക്രോഷേസ് ഫസ്റ്റ് സിംഗിൾ ക്രോഷേ മാർക്ക് ചെയ്ത് പോവുക, അല്ലെങ്കിൽ എൻഡിൽ ചെയിനുമായിട്ട് കൺഫ്യൂഷൻ ആവുന്നതാണ്. ഇത്തരത്തിൽ ഞാൻ 6 സിംഗിൾ ക്രോഷേസ് ചെയ്യുന്നു. 6 സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫസ്റ്റ് ചെയ്ത ഈ ലൂപ്പിൽ പിടിച്ച് വലിച്ച് മാജിക് സർക്കിൾ ചെറുതാക്കുന്നു. അതിനുശേഷം ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷയിലേക്ക് വന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നു. ഓക്കെ, എപ്പോഴും മാർക്ക് ചെയ്ത് പോവുക. ദെൻ അതിനുശേഷം റൗണ്ട് 2 ഞാനൊരു ചെയിൻ 1 ചെയ്യുന്നു. ദെൻ സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ് ഈ റൗണ്ട്. എല്ലാ സിംഗിൾ ക്രോഷയിലേക്കും ഞാൻ 2 സിംഗിൾ ക്രോഷേ വീതം ചെയ്യുന്നു. അങ്ങനെ ടോട്ടൽ എനിക്ക് ഈ റൗണ്ടിൻ്റെ എൻഡിൽ 12 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ച് മാർക്ക് ചെയ്ത് പോവുക ഇഫ് യു ആർ എ ബിഗിനർ. അപ്പോൾ എല്ലാ സിംഗിൾ ക്രോഷയിലേക്കും സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് എൻഡ് ചെയ്യുന്നു. നെക്സ്റ്റ് റൗണ്ട് 3ക്കായിട്ട് ചെയിൻ 1 ചെയ്യുന്നു. ചെയിൻ 1 ചെയ്തതിന് ശേഷം 1 സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. നെക്സ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് ഒരു ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അതായത് 2 സിംഗിൾ ക്രോഷേസ് ഇൻ 1 സ്റ്റിച്ച്, 1 and 2. ഓക്കെ, സോ 1 സിംഗിൾ ക്രോഷേ ദെൻ ആൻ ഇൻക്രീസ്. ഇതാണ് ഇവിടുത്തെ പാറ്റേൺ. ദെൻ 1 സിംഗിൾ ക്രോഷേ, ദെൻ ടു ദ നെക്സ്റ്റ് സ്റ്റിച്ച് 2 സിംഗിൾ ക്രോഷേസ് ടുഗദർ. സോ ഇത്തരത്തിൽ നമ്മൾ ടോട്ടൽ 6 ടൈംസ് ഇവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് റൗണ്ട് 18 സ്റ്റിച്ചസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. റൗണ്ട് 3യുടെ എൻഡിൽ വിത്ത് ആൻ ഇൻക്രീസ് എൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷയിലേക്ക് ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നു. ഇഫ് യു ആർ എ ബിഗിനർ, മാർക്ക് ദ ഫസ്റ്റ് സ്റ്റിച്ച് ഓൾവേസ് വിത്ത് എ സ്റ്റിച്ച് മാർക്കർ. നെക്സ്റ്റ് ഈസ് റൗണ്ട് 4. റൗണ്ട് 4 ചെയ്യാനായിട്ട് ഫസ്റ്റ് ഒരു ചെയിൻ 1 ചെയ്യുന്നു. അതിനുശേഷം സിംഗിൾ ക്രോഷേ, 2 സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷേ. ഓക്കെ, അതിനുശേഷം സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ് അടുത്ത സ്റ്റിച്ചിലേക്ക് ചെയ്യുന്നത്. സോ സിംഗിൾ ക്രോഷേ തന്നെ സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്നു. 6 ടൈംസ് ആണ് ടോട്ടൽ ചെയ്യുന്നത്. അങ്ങനെ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് റൗണ്ട് നമുക്ക് 24 സ്റ്റിച്ചസ് ആയിരിക്കും ഉണ്ടാകുക. ഞാനിവിടെ റൗണ്ട് 4ൻ്റെ എൻഡിൽ എത്തിയിരിക്കുകയാണ്. ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് റൗണ്ട് 4 ഫിനിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് റൗണ്ട് 5. റൗണ്ട് 5 തൊട്ട് റൗണ്ട് 5 ടു റൗണ്ട് 8 സെയിം പാറ്റേൺ ആണ്. എല്ലാ സിംഗിൾ ക്രോഷയിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുക. സോ ടോട്ടൽ 24 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നമുക്കിനി റൗണ്ട് 8ൻ്റെ എൻഡിൽ മീറ്റ് ചെയ്യാം. സിംഗിൾ ക്രോഷേസ് ചെയ്ത് ഞാൻ റൗണ്ട് 8 വരെ എത്തിയിരിക്കുകയാണ്. നെക്സ്റ്റ് റൗണ്ട് 9. റൗണ്ട് 9 അഗെയിൻ ഒരു ഇൻക്രീസിങ് പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഇവിടെ ചെയിൻ 1 ചെയ്തതിന് ശേഷം ഫസ്റ്റ് 2 സിംഗിൾ ക്രോഷേസിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുക. ദെൻ തേർഡ് സിംഗിൾ ക്രോഷയിലേക്കൊരു ഇൻക്രീസ് ചെയ്യുന്നു. ഓൾവേസ് ഈ ഫസ്റ്റ് സ്റ്റിച്ച് മാർക്ക് ചെയ്ത് പോകാവുന്നതാണ്. ഫസ്റ്റ് സിംഗിൾ ക്രോഷേ. ഓക്കെ, തേർഡ് സിംഗിൾ ക്രോഷയിലേക്കൊരു ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. 2 സിംഗിൾ ക്രോഷേസ് ടുഗദർ. ഈ റൗണ്ടിൽ ചെയ്യുന്നത് സിംഗിൾ ക്രോഷേ ദെൻ ആൻ ഇൻക്രീസ് ആൻഡ് ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നു. സിംഗിൾ ക്രോഷേ ദെൻ സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. അങ്ങനെ എൻഡ് ഓഫ് ദി റൗണ്ട് ടോട്ടൽ 32 സ്റ്റിച്ചസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഞാൻ റൗണ്ട് 9 എൻഡ് ചെയ്തിരിക്കുകയാണ് വിത്ത് 32 സ്റ്റിച്ചസ്. റൗണ്ട് 10 ചെയ്യാനായിട്ട് ചെയിൻ 1 ചെയ്യുന്നു. ദെൻ ഈ സിംഗിൾ ക്രോഷേസിലെല്ലാം ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യുന്നു. സോ
ഈ റൗണ്ടിൻ്റെ എൻഡിൽ എനിക്ക് 32 സ്റ്റിച്ചസ് ആയിരിക്കും ടോട്ടൽ ഉണ്ടാവുക. എല്ലാ സിംഗിൾ ക്രോഷ്യേസിലേക്കും സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. ആൻഡ് ഓൾവേസ് ഈ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ മാർക്ക് ചെയ്ത് പോവുക. ഞാനിവിടെ റൗണ്ട് 10ൻ്റെ എൻഡിൽ എത്തിയിരിക്കുകയാണ്. സോ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് എൻഡ് ചെയ്യുന്നു. 32 സിംഗിൾ ക്രോഷ്യേസ് ആണ് ഇവിടെ ടോട്ടലായിട്ട് ഉള്ളത്. നെക്സ്റ്റ് റൗണ്ട് 11 ചെയ്യാനായിട്ട് ചെയിൻ 2 ചെയ്യുന്നു. ചെയിൻ 2 ചെയ്തതിന് ശേഷം ബാക്ക് ലൂപ്പ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ബാക്ക് ലൂപ്പ് മീൻസ് നമ്മളിൽ നിന്ന് അകന്നുള്ളത്. നമ്മുടെ ഫേസ് ചെയ്യുന്ന ലൂപ്പ് ഫ്രണ്ട് ലൂപ്പാണ്, അതിൻ്റെ ബാക്കിലുള്ള ലൂപ്പ്. സോ ബാക്ക് ലൂപ്പ് ഡബിൾ ക്രോഷ്യേസ് ആണ് ഇവിടെ ചെയ്യുന്നത്. അറ്റ് ദ എൻഡ് നമ്മൾക്ക് ടോട്ടൽ 32 ഡബിൾ ക്രോഷ്യേസ് കിട്ടുന്നതാണ്. 32 ബാക്ക് ലൂപ്പ് ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യയിലേക്ക് വന്നിട്ടാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് റൗണ്ട് 12. റൗണ്ട് 12 ഒരു റിഡക്ഷൻ റൗണ്ട് കൂടിയാണ്. ചെയിൻ 1 ചെയ്തതിന് ശേഷം ഫസ്റ്റ് 2 സിംഗിൾ ക്രോഷ്യേസിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. അതിനുശേഷം ഒരു റിഡക്ഷൻ റൗണ്ടാണ്, ഡിക്രീസ് ആണ് ചെയ്യുന്നത്. സോ ഡിക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഐദർ നമുക്ക് ഓരോ ലൂപ്പിലും കയറ്റി യാണ് പുൾ ത്രൂ ചെയ്തെടുത്തതിന് ശേഷം ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് ഡിക്രീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ ജസ്റ്റ് ഹുക്ക് ഫസ്റ്റ് ലൂപ്പിൽ മാത്രം, ഫ്രണ്ട് ലൂപ്പിൽ മാത്രം കയറ്റുക നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ. അതിന് ശേഷം അടുത്ത സിംഗിൾ ക്രോഷ്യയിൽ കയറ്റിയതിന് ശേഷം യാൺ പുൾ ത്രൂ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ദ ലൂപ്സ് ഇൻ ദ ഹുക്ക്. അങ്ങനെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് ഡിക്രീസ് ചെയ്യാവുന്നതാണ്. സോ 2 സിംഗിൾ ക്രോഷ്യ തന്നെ ഡിക്രീസ്, ഈ പാറ്റേൺ ഫോളോ ചെയ്യുക. അങ്ങനെ എൻഡിലെത്തുമ്പോഴേക്കും 24 സ്റ്റിച്ചസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഡിക്രീസ് ഞാൻ റൗണ്ട് 12ൻ്റെ എൻഡിലെത്തിയിരിക്കുകയാണ്. 24 സ്റ്റിച്ചസ് ആണ് എനിക്ക് ടോട്ടൽ ഉള്ളത്. സോ അതിന് ശേഷം ഈ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിലേക്ക് വന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് എൻഡ് ചെയ്യാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ റൗണ്ട് ഫിനിഷ് ചെയ്യുകയാണ്. ഓക്കെ, സോ യാണ് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു ചെയിൻ 1ൻ്റെ ലൂപ്പ് കയറ്റുക. അതിന് ശേഷം യാണ് ഞാൻ കട്ട് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് വർക്ക് ഫിനിഷ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരു നീറ്റ് ഫിനിഷ് എങ്ങനെ കൊണ്ടുവരാമെന്നാണ് കാണിക്കുന്നത്. നമുക്കിവിടെ നീഡിൽ ആൻഡ് ഈ യാൺ വെച്ചിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇവിടെ ലാസ്റ്റ് ഇവിടെ വന്ന് ഞാൻ ചെയിൻ 1 ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ലാസ്റ്റ് സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് ചെയ്തതിന് ശേഷം അതിനുശേഷം ഈ കാണുന്ന ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയ്ക്കുള്ളിലൂടെ നീഡിൽ ആൻഡ് ത്രെഡ് യാൺ കടത്തുന്നു. അതിന് ശേഷം വന്ന് ലാസ്റ്റ് ചെയ്തിടത്തെ ബാക്ക് ലൂപ്പിലൂടെ കടത്തുന്നു. നമുക്കിവിടെ ഒരു സിംഗിൾ ക്രോഷ്യ രീതിയിൽ തന്നെ ഇത് എൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു നോട്ടിട്ട് എൻഡ് ചെയ്തായിട്ട് കാണാനേ പറ്റില്ല, നീറ്റ് ഫിനിഷ് കിട്ടുന്നതാണ്. അതിന് ശേഷം ഉള്ളിലേക്ക് ഈ ത്രെഡ് വീവ് ചെയ്തതിന് ശേഷം ട്രിം ചെയ്യുക. മാജിക് റിങ്ങിൻ്റെ ടെയിൽ എൻഡും ഉള്ളിലേക്ക് വീവ് ചെയ്ത് കട്ട് ചെയ്യുക. നെക്സ്റ്റ് ഐദർ ഗ്ലൂ ഓർ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഉള്ളിലേക്ക് ഗം തേച്ചതിന് ശേഷം ഇത് ഇങ്ങനെ ഫിക്സ് ചെയ്തെടുക്കുക. അപ്പം കറക്റ്റ് ബെല്ലിൻ്റെ ഷേപ്പ് വരുന്നതാണ്. ക്ലോവർ ചെയ്യുന്നതിനായി ഫസ്റ്റ് ഒരു മാജിക് റിങ് ക്രിയേറ്റ് ചെയ്യുക. മാജിക് റിങ് ചെയ്യാൻ പാടുള്ളവർക്ക് ചെയിൻ 4 ചെയ്തതിന് ശേഷം സ്ലിപ്പ് സ്റ്റിച്ചും ചെയിൻ 1 ചെയ്താലും മതിയാകും. മാജിക് റിങ് ഉണ്ടാക്കിയതിന് ശേഷം ചെയിൻ 3 ചെയ്യുക.
ചെയിൻ 3 ചെയ്തതിന് ശേഷം ഡബിൾ ക്രോഷേ ചെയ്യുക ഈ മാജിക് സർക്കിളിലേക്ക്. അതിനുശേഷം വീണ്ടും ചെയിൻ 3 ചെയ്യുന്നു. സോ ഫസ്റ്റ് ലീഫ് പെറ്റൽ ഇവിടെ റെഡി ആക്കാണ്. നമ്മളൊരു സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത് ടു ദ മാജിക് റിങ്. അതിനുശേഷം എഗെയിൻ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ചെയിൻ 3, then a double crochet, chain 3 and a single crochet. നമ്മുടെ സെക്കൻഡ് ലീഫ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സോ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. 4 ലീവ്സ് ആണ് ടോട്ടൽ ഉള്ളത്. ആൻഡ് ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് ചെറുത് മതിയെന്നുണ്ടെങ്കിൽ ചെയിൻ 2 ചെയ്തതിന് ശേഷം ഡബിൾ ക്രോഷേ ചെയ്യുക. വീണ്ടും ചെയിൻ 2 ചെയ്ത് സിംഗിൾ ക്രോഷേ ചെയ്താലും മതിയാവും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സൈസ് തീരുമാനിച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ 4 പെറ്റലും ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം മാജിക് റിങ് വലിച്ച് ക്ലോസ് ചെയ്യുക ടെയിൽ എൻഡിൽ വലിച്ചിട്ട്. ഓക്കെ, ദെൻ ഒരു ചെയിൻ 1 ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ 4 പെറ്റലുള്ള ക്ലോവർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഫെയ്ത്ത്, ഹോപ്പ്, ലവ്, ലക്ക് എന്നിവയാണ് ഈ 4 പെറ്റൽസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇതിന് ശേഷം ഇനി ഈ ടെയിലിൻ്റെ ഉള്ളിലേക്ക് വീവ് ചെയ്തതിന് ശേഷം ട്രിം ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 18 ഫ്ലവേഴ്സ് ഓർ ലീഫ് പാറ്റേൺ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഹാങ്ങിങ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഈ ബ്ലൂ കളർ യാൺ തന്നെ ഒരു 100 സെൻറ്റിമീറ്റർ അളവിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഹാഫ് ആക്കിയിരിക്കുകയാണ്. ഹാഫ് ആക്കിയതിന് ശേഷം ഏകദേശം ഒരു മിഡിൽ പോർഷനിലായിട്ട് സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം ഒരു 10 ചെയിൻ ചെയ്യുക. One, 2, 3, 10 ചെയിൻ ചെയ്തതിന് ശേഷം ഇത് ചെയിൻ 1 ചെയ്തിട്ട് എൻഡ് ചെയ്യുന്നു. സ്ട്രിങ്ങിൽ ചെയിൻ ചെയ്തതിന് ശേഷം ഈ ബെല്ലിൻ്റെ മിഡിൽ പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിനായിട്ട് സ്ട്രിങ് മിഡിലൂടെ വലിച്ച് എടുക്കുക. സോ ഈ ചെയിൻ പാർട്ട് വലിച്ചെടുത്തതിന് ശേഷം അകത്ത് ഗ്ലൂ വെച്ചിട്ട് ഇത് സെക്യൂർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു നോട്ട് ഇട്ടിട്ടായാലും ഇത് സെക്യൂർ ചെയ്യണം. സെക്യൂർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ കാണുന്ന ചെയിൻ പാർട്ട് പല ലെന്തിലാക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നമ്മുടെ ക്ലോവേഴ്സ് അറ്റാച്ച് ചെയ്യുന്നതാണ്. ചെയിൻ ചെയ്തതിന് ശേഷം ക്ലോവർ എടുത്തിട്ട് നമുക്ക് ഐദർ ഗ്ലൂ ഓർ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പുറവും ഇപ്പുറവും നമ്മൾ ഓരോ ക്ലോവർ അറ്റാച്ച് ചെയ്യുന്നതാണ്. സോ അത് 2 സൈഡിൽ നിന്ന് നോക്കിയാൽ ഇത് റൊട്ടേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ 2 സൈഡിൽ നമുക്ക് ലീഫ് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ എല്ലാം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒരു സ്ട്രിങ്ങിൽ എത്ര എണ്ണം വേണമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ലക്കി ചാം ഓർ വിൻബെൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വീട്ടിലും വണ്ടിയിലുമൊക്കെ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആൻഡ് ഈസി പ്രോജക്റ്റ് ആണ്. സോ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.